ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഈ വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോ. ഇപ്പം ഇവിടെ സമയം 10:10 ഡിസംബർ 31 2025. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ വർഷം അവസാനിക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. കുറേ സ്ഥലങ്ങളിൽ കുറേ ആൾക്കാർ ഓൾറെഡി 2026 കാണും. നമ്മളിവിടെ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറില്ല അല്ലേ, അത്രയും കൂടെ സമയമേ നമുക്കിവിടെ ന്യൂ ഇയർ ആവാൻ വേണ്ടിയിട്ട്. ഇനിയൊരു 2025 തിരിഞ്ഞുപോക്ക് ഇനി ഒരിക്കലും സാധ്യമല്ല അല്ലേ, അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ വർഷത്തെ സങ്കടങ്ങളും ഈ വർഷത്തെ ഫ്രസ്ട്രേഷൻസും അതും എല്ലാം അത് ആ വർഷത്തേക്ക് ഇട്ടിട്ട് നമുക്ക് പുതിയ വർഷത്തിലേക്ക് പുതിയ ഒരു ആളായിട്ട് മാറാം. പുതിയൊരു തീരുമാനങ്ങൾ, പുതിയ കാര്യങ്ങൾ, അങ്ങനെ പുതിയ നേട്ടങ്ങളിലേക്കുള്ള നോട്ടങ്ങൾ എല്ലാമായിട്ട് നമുക്ക് പുതിയൊരു 2026 കടക്കാം അല്ലേ. അതുപോലെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും 2025? എന്നെ സംബന്ധിച്ച് 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു 2025. കഴിഞ്ഞ വർഷം 2024 അവസാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ബ്ലെസ്സിങ്സ് ഉണ്ട്. എല്ലാ ദിവസവും ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ രാവിലെ കണ്ണ് തുറക്കുന്നത് തൊട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം വരെ നമ്മൾ എന്തെല്ലാം ബ്ലെസ്സിങ്സിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ. നമ്മൾ ഒരു നിമിഷത്തെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ആ ബ്ലെസ്സിങ്സിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും. എത്രയോ പേര് ഈ 2025 നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. പക്ഷെ നമ്മളിപ്പോഴും ജീവനോടെ ഉണ്ട്. അത് തന്നെ ഒരു ബ്ലെസ്സിങ്സ്. നാളെ കണ്ണു തുറക്കുവാണെങ്കിൽ അതും ഒരു ബ്ലെസ്സിങ്സ്. നമ്മൾ രോഗമില്ലാതെ ഇരിക്കുന്നു, അതൊരു ബ്ലെസ്സിങ്. നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നു, അതും ബ്ലെസ്സിങ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു, അതും ബ്ലെസ്സിങ്. എല്ലാം ബ്ലെസ്സിങ്സ് ആണല്ലേ. അപ്പം അങ്ങനെ ഒരു 100 ബ്ലെസ്സിങ്സ്, 365 ദിവസം 100,000 ബ്ലെസ്സിങ്സിൽ കൂടിയാണ് നമ്മൾ പോയത്. അതൊന്നെല്ലാം ദൈവത്തോട് നന്ദി മാത്രം. നമ്മൾ ചോദിച്ച അനുഗ്രഹങ്ങളും ചോദിക്കാത്ത അനുഗ്രഹങ്ങളും നമ്മൾ വിചാരിക്കാത്ത അനുഗ്രഹങ്ങളും എല്ലാം തന്ന ദൈവത്തിന് നന്ദി മാത്രം. ഇനി 2026 തുറന്ന മനസ്സോടുകൂടി നമുക്ക് കടക്കാം. അപ്പം 2026 നമുക്ക് നമ്മുടെ വിചാരങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പോലെ ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ നമ്മളെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ അല്ലേ. നമ്മളെപ്പോഴും ഈ ഇൻസ്റ്റയ്ക്കകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ ഒരിത് കാണത്തില്ലേ, നമ്മുടെ ആഗ്രഹം ഒരു പൂവാണെങ്കിൽ ദൈവം ഒരു ബൊക്കെ തരാനായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നിലകൊള്ളാം. പിന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാം. ശരിയാണ്, ചില സന്ദർഭത്തിൽ പലരുടെയും നമ്മൾ പലരെയും സംതൃപ്തിപ്പെടുത്താനും പലരുടെ ആഗ്രഹങ്ങൾക്കും മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ഇപ്പോഴും സമയമുണ്ട്. നമുക്ക് തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2026. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാനെടുത്ത ഒരു തെറ്റായ തീരുമാനം ഒരു 2023 ഡിസംബറിൽ എടുത്ത ഒരു പുതിയ തീരുമാനത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. വഴിയേ പറയാം, പിന്നെ സമയമുണ്ടല്ലോ, അപ്പം വഴിയേ പറയാം എൻ്റെ തീരുമാനം എന്തായിരുന്നുള്ളെന്നും അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. പക്ഷേ ഒന്നും കൂടെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും തെറ്റ് പറ്റും. അപ്പം തെറ്റ് തിരുത്താനായിട്ടുള്ള അവസരം ദൈവം ഒരു ദിവസം തന്നാൽ നമ്മൾ തെറ്റ് തിരുത്തുക തന്നെ വേണം അല്ലേ. തീരുമാനങ്ങൾ പറഞ്ഞതുപോലെ തെറ്റിപ്പോയ തീരുമാനങ്ങൾ നമുക്ക് തിരുത്താം. ഒരിക്കലും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല അല്ലേ. അപ്പം
എന്ന് വേണമെങ്കിലും. അപ്പം നമ്മുടെ മനസ്സാണ്. അപ്പം നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക. നമ്മുടെ നമ്മുടെ ആ ഒരു മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്തു വരിക. നമ്മളായിട്ട് ജീവിക്കുക. ഇതൊക്കെയാണ് 2026 കിടക്കുമ്പം ഒന്നും കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പം വീണ്ടും ഇനി 2026 കാണാം. അപ്പം ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഒരു സമ്പത്ത്, ആരോഗ്യ, ഫലഭൂഷ്ടമായ ഒരു ഇയർ ആവട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.